കുപ്രസിദ്ധ മോഷ്ടാവ് കൊടിമരം ജോസ് അറസ്റ്റിൽ. തൃശൂരിൽ നിന്നാണ് എറണാകുളം നോർത്ത് പോലീസ് ജോസിനെ പിടികൂടിയത്. നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാരനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്ന കേസിലാണ് അറസ്റ്റ്. ജോസിനെ നോർത്ത് റെയിൽവേ സ്റ്റേഷനിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നു. ഷാബാസ് അഹമ്മദ് ചേരുന്നു നമുക്കൊപ്പം. ഷാബാസ് അഹമ്മദ്, കൊടിമരം ജോസിനെ എങ്ങനെയാണ് പിടികൂടിയത്? വളരെ തന്ത്രപൂർവ്വം ഒഴിഞ്ഞു മാറി പോകുന്ന ഒരു കുറ്റവാളിയാണല്ലോ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത്. സുജിയ, അങ്ങനെ തന്നെയാണ്. കുപ്രസിദ്ധ മോഷ്ടാവായ കൊടിമരം ജോസ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുകയാണ്. ഈ പ്രതിയെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെത്തി പോലീസ് തെളിവെടുപ്പ് നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ ഈ ഭാഗത്ത് നോർത്ത് റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തു നിന്ന് എങ്ങനെയാണ് ഈ യാത്രക്കാരനെ ആക്രമിച്ച് പണം കവർന്നെന്നടക്കമുള്ള കാര്യങ്ങൾ ഈ കുപ്രസിദ്ധ മോഷ്ടാവായ ഈ കൊടിമരം ജോസ് വിശദീകരിക്കുകയായിരുന്നു. ഇപ്പോൾ SI ഒപ്പമുണ്ട്. സാർ, എങ്ങനെയായിരുന്നു ഈ കൃത്യം നടത്തിയെന്ന കാര്യം വിശദീകരിച്ചോ? ഇത് നോർത്ത് പാലത്തിന്റെ താഴെ ഒരു യുവാവിന്റെ കയ്യിൽ നിന്നും മൊബൈൽ ഫോണും 10,000 രൂപയോളം ഉപദ്രവിച്ചതിന് ശേഷം പിടിച്ചു പറിച്ചു കൊണ്ടുപോയത് നമ്മളെടുത്ത കേസാണ്. അപ്പോൾ നമ്മൾ അന്വേഷണ മധ്യേ ഇയാളെ ഒളിവിൽ പോയി. അപ്പോൾ ഇന്നലെ രാത്രി തൃശ്ശൂർ ഭാഗത്തു നിന്ന് ഇയാളെ സാഹസികമായിട്ട് പിടികൂടി. ഇയാൾ അന്വേഷണത്തിൽ നിരവധി കേസുകളിൽ പ്രതിയാണ്. സാധാരണ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളായിട്ടാണ് ഇയാളെ കരുതുന്നത്. ഇയാൾ പുറത്തിറങ്ങി നടന്നാൽ സാധാരണക്കാർക്ക് ഭീതി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തെളിവെടുപ്പിനായിട്ട് ഇവിടെ കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹം സ്വയം ജീപ്പിന്റെ ഗ്ലാസ് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതുപോലെ എന്നോട് കയർത്തുകൊണ്ടുവരിക, ഏതെങ്കിലും തരത്തിൽ അക്രമം നടത്തി പോലീസിനെ ഇമാതിരി പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിപ്പിച്ച് കളയാം എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത്. സാധാരണഗതിയിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പിടിക്കുമ്പോൾ അദ്ദേഹം ഒരു വയലന്റ് ആവുക, വിരട്ടുക, ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും, തലയടിച്ച് പൊട്ടിക്കും, സ്വയം തലയടിച്ച് പൊട്ടിക്കുമ്പോൾ പോലീസുകാർ കുരുങ്ങുമല്ലോ. അപ്പോൾ അതിന് ഞങ്ങൾക്കൊരു ജാഗ്രതയുണ്ട്. അപ്പോൾ അദ്ദേഹം ഗ്ലാസ് അടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു, പൊട്ടിയില്ല. അപ്പോൾ അത്തരം ഒരു രീതി തുടരുന്ന ആള് പുറത്തിറങ്ങി നടന്നാൽ സാധാരണ ജനങ്ങൾക്ക് ഭീതി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത്തരക്കാരെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള കൃത്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് സുജി. അത് തന്നെയാണ് ഈ മോഷ്ടാവിനെ ഇവിടെ ഈ തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ തന്നെ ഇയാൾ ഭയങ്കര അക്രമാസക്തനായിക്കൊണ്ട് പോലീസ് ജീപ്പിന്റെ ഗ്ലാസ് അടക്കം പൊട്ടിക്കാൻ ശ്രമിച്ചൊരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. എന്തായാലും നിരവധി കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ പലതരത്തിലുള്ള മോഷണം നടത്തിയിട്ടുണ്ട്. ആളുകളെ ആക്രമിച്ച് മോഷണം നടത്തി പണവും അതും ഫോണും അടക്കം തട്ടിയെടുക്കുക എന്നാണ് ഇയാളുടെ രീതി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി 20ഓളം സ്റ്റേഷനുകളിലാണ് ഇയാൾക്കെതിരെ കേസുള്ളത്. പല പോലീസുകാരും ഇയാൾക്കായുള്ള അന്വേഷണത്തിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ നോർത്ത് പോലീസ് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തുനിന്ന് ഒരു യാത്രക്കാരനെ ആക്രമിച്ചുകൊണ്ട് ഇയാൾ ഈ പണവും മൊബൈൽ ഫോണും അടക്കം കവർന്നത്. അങ്ങനെ ഇയാൾക്കുള്ള അന്വേഷണത്തിൽ തൃശൂരിൽ നിന്നാണ് ഇയാളെ സാഹസികമായി പോലീസ് പിടികൂടിയത്. സുജയ, ഓക്കെ, അങ്ങനെ കൊടിമരം ജോസുമായുള്ള തെളിവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. ഷാബാസ് അഹമ്മദാണ് തത്സമയ വിവരങ്ങൾ പങ്കുവച്ചത്.